ഒരു കൊലക്കേസിൽ അകത്തുപോയ പ്രതി പുറത്തിറങ്ങി ജാമ്യത്തിൽ വീണ്ടും 2 പേരെ കൂടി കൊല്ലുന്നു. പരാതി കൊടുത്തിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വീട് കയറി 3 പേരെ കൊല്ലുന്നു. വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ സുരക്ഷ? ജനാധിപത്യം. പേര് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ തൂക്കാൻ വിധിക്കപ്പെട്ട അവനുമാരെയും അവളുമാരെയും എല്ലാവരെയും തീറ്റിപ്പോറ്റേണ്ടത് നമ്മളാണ്. സാധാരണക്കാരായിട്ടുള്ള നമ്മൾ. രാഷ്ട്രീയക്കാരല്ല തിന്നാൻ കൊടുക്കുന്നത് അവർക്ക് 3-4 നേരം. ഒരു നേരം ആഹാരം കൊടുക്കേണ്ടവനൊക്കെ 3-4 നേരം ആഹാരം. ഇവൻ ആദ്യം ഈ തെറ്റ് ചെയ്തപ്പോൾ ഇവൻ്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടത്. വെട്ടിയിരുന്നെങ്കിൽ ഇന്ന് 2 പേരുടെ ജീവൻ കൂടെ പോവില്ലായിരുന്നു. എത്രയോ ജീവനുകൾ ഇവിടെ ഈ ഭയത്തിൻ്റെ, ഇങ്ങനൊരു ശക്തമായിട്ടുള്ള നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഭയത്തിൻ്റെ പേരിൽ ഇവനൊന്നും നിവർന്നു നിന്ന് ഇത് ചെയ്യില്ലായിരുന്നു. എത്രയോ ജീവനുകൾ അതിൻ്റെ പേരിൽ രക്ഷപ്പെടുമായിരുന്നു. ജനാധിപത്യം ഒന്ന് രാഷ്ട്രീയക്കാർ പറയും, ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന അവരെയും തീറ്റിപ്പോറ്റേണ്ട ചുമതല ജനങ്ങൾക്ക് തന്നെയാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത് വെച്ച് അവർ തിന്നുന്നത്, ഈ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, ഇവരൊക്കെ പോയിട്ടാണ് ഈ കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കേരളത്തിനെ തള്ളിയുന്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവരൊക്കെ പോയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ഉണ്ടാക്കി. സാധാരണക്കാർ ഓരോ ദിവസത്തെ അന്നത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഈ അടച്ചു കൂട്ടുന്ന നികുതി, അതിൽ ജീവിച്ചവർ ഇവർ പോയിട്ടാണ് എല്ലാം ശരിയാക്കുന്നത് പോലെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ തെരുവിൽ കിടക്കുന്നവരുണ്ട്. തെരുവിൽ കിടക്കുന്നവർ അവരൊരു തെറ്റ് ചെയ്തു, ആരെയും വെട്ടാനോ കുത്താനോ കൊല്ലാനോ ഒന്നിനും പോയില്ല. അതിൻ്റെ പേരിലാണ് ഇതെല്ലാം ചെയ്യുന്നവർക്ക് 3-4 നേരം ആഹാരം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഒരു സിസ്റ്റം കൊള്ളാം, നന്നായിട്ടുണ്ട്.